ഇരിക്കണം. അപ്പം എനിക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ കണക്കറിയില്ല. അപ്പം ഞാൻ ഖളാ വീടണല്ലോ. അപ്പം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇങ്ങനെ തന്നെയാണ്. ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഏത് ലിസ്റ്റ് അനുസരിച്ച് നിസ്കരിക്കുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു വർഷം എടുത്ത് നോക്കിയാൽ അല്ലാഹ് ഒരു വർഷത്തെ നിസ്കാരം ഞാൻ നിസ്കരിച്ചല്ലോ. അല്ലെങ്കിൽ ഒരു ദിവസം ളുഹറിന്റെ മുമ്പ് 4 നിസ്കരിച്ചു, ശേഷം 4 നിസ്കരിച്ചു. അപ്പോൾ 8 റക്അത്ത്, അപ്പോൾ 2 ളുഹർ അധികം വന്നു. ളുഹറിന് മുമ്പ് ഒരു ളുഹർ നിസ്കരിച്ചു, ളുഹർക്ക് ശേഷം ഒരു ളുഹർ നിസ്കരിച്ചു. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് 2 കൊല്ലത്തെ നിസ്കാരം നിസ്കരിക്കാൻ കഴിയും. നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ. അസറിനും ചെയ്യാം, അസറിന് മുമ്പും ചെയ്യാം, ശേഷവും ചെയ്യാം. അവിടെ ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. അസർ നിസ്കാര ശേഷം മറ്റൊന്നും പാടില്ല എന്ന് ചില ആളുകൾ പറയും. അങ്ങനെയില്ല കേട്ടോ. നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അസർ നിസ്കാര ശേഷം ഖളാ വിട്ടാം. അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്തിനെ അസറിന് ശേഷം നിസ്കരിക്കാം, വിരോധമൊന്നുമില്ല. അതേ സമയത്ത് വെറുതെ ഒരു സുന്നത്ത് നിസ്കാരം ഇല്ല, വെറുതെ നിസ്കാരം അതിന് ആ സമയത്തേക്ക് മാത്രം മാറ്റി വെക്കുന്ന ഒരു നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ഇല്ല.